ഡെയിലി 5 കിലോമീറ്റർ നടക്കുന്നവനും യോഗ ചെയ്യുന്നവനും എന്ത് തരത്തിലുള്ളതായ നിത്യമായി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ കൊറോണ ബാധിച്ചു. കൊറോണയ്ക്ക് അതൊന്നും കാരണമായിരുന്നില്ല. കൊറോണ ബാധിച്ചത് ആരോഗ്യമില്ലാത്ത ജനതകളുടെ അടുത്തേക്കാണ് പോയത്. എവിടെയാണോ ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ളത്, അവരുടെ ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ള ആൾക്കാരെ മുഴുവനും കൊറോണ കയറി പിടിച്ചു. ഇമ്മ്യൂണിറ്റി പവർ നമ്മൾ കൂടണമെന്നുണ്ടെങ്കിൽ, ഇമ്മ്യൂണിറ്റി നമുക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ പ്രത്യേകമായിട്ട് പ്രവർത്തന സജ്ജമാക്കണം. എല്ലാ മനുഷ്യനും എല്ലാ തരത്തിലുള്ള സേവിങ്സും ഉണ്ടെങ്കിൽ ഒരു മനുഷ്യൻ ഒരു ദിവസത്തിൽ അരമണിക്കൂർ ആരോഗ്യത്തിന് വേണ്ടി സേവ് ചെയ്ത് വയ്ക്കണം. ആരോഗ്യത്തിന് വേണ്ടി സേവ് ചെയ്ത് വയ്ക്കുമ്പോൾ 2 വർഷം കൂടുമ്പോൾ അവന് 15 ദിവസം കിട്ടും. ഈ 15 ദിവസം അവൻ്റെ ആരോഗ്യം അവൻ 2 കൊല്ലത്തിലൊരിക്കൽ സംരക്ഷിക്കണം. 2 കൊല്ലത്തിലൊരിക്കൽ അവൻ 15 ദിവസം അവൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ചിലവാക്കിയില്ലെങ്കിൽ അവൻ 10-50 വയസ്സ് കഴിഞ്ഞതിന് മുൻപ് തന്നെ മാരകമായ രോഗങ്ങൾക്ക് അടിമയാവുന്നു. ഇതാണ് നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എല്ലാത്തരം സേവ് ചെയ്ത് പലതരത്തിലും സേവിങ്സ് നമുക്കുണ്ട്. ആരോഗ്യത്തിന് വേണ്ടി നമ്മളൊന്നും സേവ് ചെയ്യുന്നില്ല. രോഗം വരുമ്പോൾ ആശുപത്രിയിലേക്ക് ഓടുക എന്നതല്ലാതെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ പിന്നിലാണ്. കൊറോണയേക്കാൾ മാരകമായ രോഗങ്ങൾ ഇനിയും വരും. അപ്പോൾ നമ്മളുടെ ആരോഗ്യത്തിലെ അവയവങ്ങളെ പ്രവർത്തന സജ്ജമാക്കി എടുക്കുക എന്നുള്ളതായ ഒരു പ്രധാന ലക്ഷ്യമാണ് സഞ്ജീവിനി ലൈഫ് കെയർ വില്ലേജ് എന്ന ഞങ്ങളുടെ സ്ഥാപനം ലക്ഷ്യമിടുന്നത്. ഡോക്ടർ ഇപ്പം പറഞ്ഞതിൽ നിന്ന് 2 കാര്യങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒന്ന്, പ്രിവെൻഷനാണ്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇത് പ്രിവെൻഷനാണെന്നുള്ളത്. 2, മരുന്നുകൾ കഴിക്കുന്നതിനെക്കുറിച്ചും അതിൻ്റെ സൈഡ് ഇഫക്ട്സിനെ കുറിച്ചും. ആദ്യം തന്നെ ഞാൻ പ്രിവെൻഷനെ കുറിച്ച് ചോദിക്കാം. ഇപ്പം വിദേശ രാജ്യങ്ങളിലേക്കുള്ള പലരും പറഞ്ഞ് കേൾക്കാറുണ്ട്, ഏറ്റവും നല്ല മെഡിക്കൽ ഫെസിലിറ്റീസ് ഈസിലി ആക്സസിബിൾ ആയിട്ട് കിട്ടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലേക്ക് എല്ലാവരും വരാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഡോക്ടർ പറഞ്ഞ പോലെയാണെങ്കിൽ നമുക്ക് കൂടുതലും വേണ്ടത് വെൽനസ് സെൻറ്റേഴ്സാണ് പ്രിവെൻഷന് വേണ്ടിയിട്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അപ്രോച്ച് ഇവിടെ കാണാത്തത്, അല്ലെങ്കിൽ കാണുന്നുണ്ടോ? അല്ല, ഇപ്പോൾ ചോദിച്ചതായ ഒരു പ്രധാനപ്പെട്ടതായ കാര്യം, ലോകത്തിലെ ഏറ്റവും വലിയ ആശുപത്രി സംവിധാനങ്ങൾ ഭാരതത്തിലാണെന്നും ഈ ഭാരതത്തിലേക്കാണ് ജനങ്ങൾ പ്രവഹിക്കുന്നതും എന്ന് പറഞ്ഞതിനെക്കുറിച്ച് എൻ്റെ വ്യക്തിപരമായ കാര്യത്തിൽ വളരെ വ്യത്യസ്തമായ അഭിപ്രായമാണ്. ഇന്ത്യയിലോട്ട് വരുന്നതായ രോഗികളായ ആളുകൾ വിദേശ രാജ്യങ്ങളിൽ, ഡെവലപ്ഡ് കൺട്രീസിൽ നിന്ന് ഇന്ത്യയിലോട്ട് രോഗികൾ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ തന്നെ അവരെല്ലാം ഇൻഷുർഡ് ആണ്. എന്നാൽ ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളോ അല്ലെങ്കിൽ ഗൾഫിലുള്ളതായ വിദ്യാഭ്യാസക്കുറവുള്ളതായ ആളുകളോ അവർക്ക് ഈ പണം ചെലവാക്കുന്നതിൻ്റെതായ കൂടുതൽ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയിൽ പോയി ചികിത്സയേക്കാൾ ഭേദമല്ലേ അതേ ഫെസിലിറ്റിയുള്ള ഇന്ത്യയിൽ വന്നാൽ കൊള്ളാവുന്നത് എന്നുള്ളതല്ലാതെ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയോ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടോ ലോകത്തിൽ ഒരു രാജ്യത്തുള്ളവരും ഇന്ത്യ ഒരു കേന്ദ്രമായി, അതിൻ്റെ ഒരു ലക്ഷ്യകേന്ദ്രമായി കണക്കാക്കിയതായിട്ട് എൻ്റെ കണക്കൂട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഇവിടെ പല കാര്യത്തിലുള്ളതായ ആയുർവേദ സംബന്ധമായ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ട്രഡീഷണൽ സിസ്റ്റമൊക്കെ കണക്കാക്കി വരുന്ന ആൾക്കാരുണ്ട്. ലോകത്തിൽ 1% ആൾക്കാരെ സംബന്ധിച്ചോളം എന്തും ചെയ്യും, എവിടെയും ചെയ്യും, എങ്ങനെയും ചെയ്യുമെന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരെവിടെയും ചെല്ലും. അവർ ഇന്ന് ഇന്ത്യയിൽ വന്നാൽ നാളെ തായ്ലൻഡിൽ പോയിന്ന് വരാം, മറ്റന്നാൾ ശ്രീലങ്കയിൽ പോയിന്ന് വരാം, ചിലപ്പോൾ അതിൻ്റെ ഓസ്ട്രേലിയ പോയിന്ന് വരാം, അങ്ങനെ പല സ്ഥലത്തും പോയിന്ന് വരാം. ഇതൊന്നും ശാശ്വത പരിഹാരമല്ല ആരോഗ്യ പരിപാലനത്തിന്. ആരോഗ്യ പരിപാലനം നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മരുന്നുകളുടെ അമിതമായ ഉപയോഗം വളരെയധികം കുറച്ചുകൊണ്ട് നല്ല രീതിയിൽ ശരീരത്തിലെ അവയവങ്ങളെ പ്രവർത്തിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. ഡോക്ടർ, ഈ മരുന്നുകളുടെ ഉപയോഗം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ റീസെൻ്റ്ലി എനിക്ക് ടോൺസിലൈറ്റിസ് വന്നു, കടുത്തുപോയി. അപ്പോൾ എനിക്ക് വെള്ളം ഇറങ്ങുന്നില്ല, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പം എനിക്ക് റിലീഫ് വേണം. ഞാൻ ഡോക്ടറെ കണ്ടു, ആൻറ്റിബയോട്ടിക് കഴിച്ചു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് റിലീഫിന് വേണ്ടിയിട്ട് നമ്മൾ മരുന്നുകൾ കഴിക്കുന്നു, സർജറീസിന് പോകുന്നു. അപ്പോൾ ഇതിനെ എനിക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതായത് ഇന്നത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഏറ്റവും വലിയൊരു ആപത്താണ് ഈ ഡ്രഗുകളുടെ പിന്നാലെ ഒരു സമൂഹം പോകുന്നത്. പുതിയ തലമുറ പ്രത്യേകിച്ച് ഡ്രഗ് ഉപയോഗിക്കുക എന്നുള്ളത് ഒരു കോമൺ ഫിനോമിനനായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് ഇവർ ഡ്രഗിൻ്റെ പിന്നാലെ പോകുന്നത്? അവർക്ക് ആരോഗ്യത്തിൻ്റെ കംഫർട്ട് ലെവൽ വളരെ കുറവായതുകൊണ്ടാണ്. സുഖം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഡ്രഗ് ഉപയോഗിക്കുന്നത്, വേറൊരു കാര്യത്തിന് വേണ്ടി ഡ്രഗ് ഉപയോഗിക്കില്ല. അപ്പോൾ സുഖമില്ലാത്തൊരവസ്ഥ, ചില ആൾക്കാർ ഡ്രഗ് ഉപയോഗിച്ച് അവർ സുഖം കണ്ടെത്തുന്നു, മറ്റൊരാൾക്കാർ ആശുപത്രിയിൽ പോയി എന്താണെന്ന് മനസ്സിലാവാതെ ആശുപത്രിയിൽ പോയി മരുന്നുകൾ ഉപയോഗിച്ച് താൽക്കാലിക സുഖം കണ്ടെത്തുന്നു. പക്ഷെ ഒരു വെൽനസ് ക്ലിനിക്കിനെ സംബന്ധിച്ചോളം അങ്ങനെയല്ല. വെൽനസ് ക്ലിനിക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹ്യൂമൻ ബോഡി പ്രവർത്തിക്കുന്നത് 79 ഓർഗൻസിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ്. 79 ഓർഗൻസും കൃത്യമായി പ്രവർത്തിപ്പിച്ചാൽ യാതൊരു തരത്തിലുള്ള സുഖക്കുറവും അവൻ്റെ ലൈഫിലുണ്ടാവില്ല. യാതൊരു തരത്തിലുള്ളതായ ബാക്ടീരിയാസും രോഗാണുക്കളും അവൻ്റെ ശരീരത്തിലേക്ക് കടക്കുകയില്ല. കാരണം നമ്മുടെ ശരീരത്തിന് സ്വന്തമായിട്ടൊരു പ്രിവെൻറ്റീവ് കപ്പാസിറ്റി ഉണ്ട്. ഈ പ്രിവെൻറ്റീവ് കപ്പാസിറ്റി നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അവയവങ്ങളെ പ്രവർത്തന സജ്ജമാക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പോരായ്മകൾ എന്താണെന്ന് കണ്ടുപിടിച്ച് രോഗാവസ്ഥയിൽ നിന്നും അവനെ
രക്ഷിച്ചെടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. സഞ്ജീവനി ലൈഫ് കെയർ വില്ലേജിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മരുന്നുകൾ കൊടുത്ത് ചികിത്സ നടത്തുന്ന ഒരു ഹോസ്പിറ്റലല്ല അവിടെ. എന്തെന്നാൽ ആശുപത്രികൾ മരുന്നുകൾ കൊടുക്കുന്നത് രോഗം ചികിത്സിക്കാനാണ്. ഞങ്ങളുടെ അടുത്ത് വരുന്ന എല്ലാ ആളുകളും ഒരേ രീതിയിൽ തന്നെ ഞങ്ങൾ കാണുന്നത്. അവരുടെ പ്രവർത്തിക്കാത്ത അവയവങ്ങൾ ഏതൊക്കെയാണോ അതിനെ പ്രവർത്തന സജ്ജമാക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ഉപകരണങ്ങളാണോ വേണ്ടത്, ആ ഉപകരണങ്ങളുടെ സഹായത്തോടെ മരുന്നുകൾ ഉപയോഗിക്കാതെ ഓപ്പറേഷൻ കൂടാതെ എങ്ങനെ പ്രവർത്തിപ്പിച്ചെടുക്കാൻ പറ്റും, അവൻ്റെ പെർഫോമൻസ് ലെവൽ മാക്സിമത്തിലേക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും. അങ്ങനെ എത്തിച്ചെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവൻ ഡ്രഗിൻ്റെ പിന്നാലെ പോവില്ല, അവൾ ഡ്രഗിൻ്റെ പിന്നാലെ പോവില്ല, അവർക്കൊരു PCOD പ്രോബ്ലം ഉണ്ടാവില്ല, അവർക്കൊരു തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉണ്ടാവില്ല, കിഡ്നി പ്രോബ്ലം ഉണ്ടാവില്ല. ഈ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാവുന്നത് നല്ലൊരു ശതമാനം നമ്മുടെ ജീവിതശൈലി രോഗങ്ങളാണ്. ജീവിതശൈലിയെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട്, മോശമായി അഭിനയിപ്പിച്ചുകൊണ്ട്, മോശമായി കൊണ്ടു നടന്നുകൊണ്ട് നമ്മൾക്ക് ഒരു രോഗം വരുത്തിയെടുക്കണേക്കാൾ വളരെ ഭേദമാണ് രോഗം വരാത്ത രീതിയിൽ ഈ അവയവങ്ങളെ പ്രവർത്തന സജ്ജമാക്കുന്നത്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു, ഇപ്പം അവയവങ്ങളുടെ പ്രവർത്തനം 79 അവയവങ്ങളുടെ പ്രവർത്തനം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ജനിച്ചു കഴിഞ്ഞ് ഒരു കുഞ്ഞ് വളർന്നു വരുന്ന സമയത്ത് ഈ 79 പ്രവർത്തിക്കത്തില്ലേ? 79 പ്രവർത്തിപ്പിക്കണം. കുഞ്ഞായിരിക്കുമ്പോൾ പ്രവർത്തിക്കുന്നതും വലുതാകുമ്പോൾ പ്രവർത്തിക്കുന്നതുമായിട്ട് ഹോഴ്സ് പവറിന് വ്യത്യാസം എന്തായാലും ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്നാൽ മതി. നമ്മൾ ഡെയിലി കഴിക്കുന്ന ആഹാരത്തിൽ 16 വൈറ്റമിനും 9 മിനറൽസും കൃത്യമായ തോതിൽ നമ്മുടെ ശരീരത്തിന് അബ്സോർവ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു രോഗവും നമ്മളെ ബാധിക്കില്ല. എന്നാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഈ വൈറ്റമിൻസിനെയും മിനറൽസിനെയും അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായ പ്രവർത്തനം ആ അവയവങ്ങൾക്കുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പാവയ്ക്ക കഴിക്കുമ്പോൾ ക്രോമിയം ഉണ്ടെന്ന് കണക്കായി കഴിക്കുന്നു. പക്ഷേ ക്രോമിയം അബ്സോർബ് ചെയ്യാനായിട്ട് നമ്മുടെ മെറ്റബോളിക് റേറ്റ് മോശമാണെന്നുണ്ടെങ്കിൽ ക്രോമിയം കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ മരുന്ന് കഴിക്കേണ്ടി വരും. മരുന്ന് കഴിക്കുമ്പോൾ എന്താണ്, മരുന്നിൻ്റെ ഉള്ളിൽ ഒരു ഡ്രഗുണ്ട്. ആ ഡ്രഗ് മരുന്ന് ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യിപ്പിക്കും. അപ്പോൾ അബ്സോർബ് ചെയ്യിപ്പിക്കുമ്പോൾ എന്ത് പറ്റും, അത് ഓവർലോഡ് ആവും. കാലക്രമേണ ആ അവയവം പ്രവർത്തനരഹിതമാകും. അതാണ് മരുന്നുകൾ കൊണ്ടുണ്ടാവുന്നത്. ഇപ്പോൾ ഡോക്ടർ ആരോഗ്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ആരോഗ്യം എന്ന് പറയുമ്പോൾ വെൽനെസ് എന്ന് പറയുമ്പോൾ ശരീരം മാത്രമല്ല, മനസ്സിൽ നിന്നാണ് ശരീരത്തിൻ്റെ ആ ശക്തിയും ബലവും അതുപോലെ സന്തോഷവും വരുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ മനസ്സിൻ്റെ വെൽനെസ്, ഇപ്പം ഞാൻ ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു മനസ്സെന്ന് പറയുന്നൊരു സംഭവം ഇല്ല എന്ന്. മനസ്സെന്ന് പറഞ്ഞ സംഭവം ഇല്ല എന്നല്ല. മനസ്സ് എന്ന് പറഞ്ഞ ഒരു അവയവം നമുക്കില്ല. മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് ദ അവയവങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഔട്ട്പുട്ടിനെയാണ് മൈൻഡ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് മൈൻഡ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റില്ല. ഒരു അവയവമല്ല മൈൻഡ് എന്ന് പറഞ്ഞത്. മൈൻഡിൽ അടങ്ങിയിട്ടുള്ളതായ പല അവയവങ്ങളുണ്ട്. നമ്മുടെ തലയിലുള്ളതായ പല അവയവങ്ങളുടെ കൂട്ടായ പ്രവർത്തനമാണ് മൈൻഡ് എന്നുള്ളത് പറയണത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഈ മൈൻഡ് എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ കാണാൻ പറ്റാത്തത് ഒന്നാണെന്നുണ്ടെങ്കിൽ മെൻ്റൽ ഹോസ്പിറ്റലത്തെ ഡോക്ടർ ചികിത്സിക്കുന്നത് മൈൻഡിനെയാണ്. മെൻ്റൽ ഹോസ്പിറ്റലത്തെ ഡോക്ടർ കൊടുക്കുന്ന മരുന്നും മൈൻഡ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണത്. അപ്പോൾ മൈൻഡ് എന്താണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ മരുന്ന് കൊടുത്തിട്ട് കാര്യമുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ടതായ ഒരു കാര്യം, മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരീരത്തിൻ്റെ ഓറയോ അല്ലെങ്കിൽ മറ്റേ ചിന്തിക്കാൻ പറ്റാത്തതോ കാണാത്തതോ ആയ സാധനമല്ല. മൈൻഡ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ടൊരു ഓർഗൻ നമ്മുടെ ശരീരത്തിൽ ഇല്ല. മൈൻഡ് എന്ന് പറഞ്ഞ ഓർഗൻ ശരീരത്തിലെ അവയവങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഔട്ട്പുട്ടിനെയാണ് നമ്മൾ മൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെൻ്റൽ വെൽനെസ് എന്ന് പറഞ്ഞാൽ സൈക്കോളജിസ്റ്റ് കൈകാര്യം ചെയ്യുന്നത് അവൻ്റെ അവയവങ്ങളെയാണ്. അതുകൊണ്ട് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് മൈൻഡ് എവിടെയാണെന്ന് വെച്ചാൽ മൈൻഡിന് പറയാൻ പറ്റില്ല. മൈൻഡ് കാണാൻ പറ്റാത്ത ഒന്ന്, ദൈവത്തിനെ പറ്റിയിട്ട് ആരും ദൈവത്തിനെ കണ്ടിട്ടില്ല. ചിലർ ശിവൻ പറയുന്നു, ചിലർ ക്രൈസ്റ്റ് പറയുന്നു, ചിലർ പല മതത്തിലുള്ള ആൾക്കാർ ദൈവത്തെ പറ്റി പറയുന്നു. ദൈവം എന്ന് പറഞ്ഞാൽ ആരും കണ്ടിട്ടില്ല എന്നതുപോലെയാണ് മൈൻഡിൻ്റെ കാര്യവും. അപ്പം മെൻ്റൽ വെൽനെസ് എന്നുള്ളത് സഞ്ജീവനിയുടെ പരമപ്രധാനമായ ഒരു കാര്യമാണ്. ഞങ്ങൾക്ക് മെൻ്റൽ വെൽനെസ്സിന് ഉപകരണങ്ങളുണ്ട്, മെൻ്റൽ വെൽനെസ്സിന് സൈക്കോളജിസ്റ്റ് ഉണ്ട്, മെൻ്റൽ വെൽനെസ്സിന് കൗൺസിലിംഗ് ഉണ്ട്. അതിനുവേണ്ടി മാത്രമായിട്ട് ഞങ്ങൾ ആൾക്കാരെ ആരെയും സ്വീകരിക്കില്ല. ഞങ്ങളുടെ അടുത്ത് വരുന്നതായ കസ്റ്റമേഴ്സ് ആരായാലും അവൻ്റെ മെൻ്റൽ വെൽബീയിങ് പെർഫെക്റ്റ് ആക്കി ഓർഗൻസിൻ്റെ ടോട്ടൽ ബോഡി ഓർഗൻസിൻ്റെ പ്രവർത്തനം മാക്സിമം ആക്കി കൊടുത്ത് അവൻ പോകുമ്പോൾ ചിരിച്ച മുഖത്തോടു കൂടി പോകണമെന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് ഞങ്ങളാക്കി കൊടുത്തിട്ടുണ്ട് ഇതുവരെ. ഇപ്പോൾ ഡോക്ടർ പറയുന്നു ഈ 5 ഓർഗൻസിൻ്റെ ആ ഒരു സംയോജിപ്പിച്ച ആ ഒരു സംഭവമാണ് മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ ഈ മാനസിക രോഗം എന്ന് പറയുന്നത് ഈ അവയവങ്ങൾ പ്രവർത്തിക്കാതാകുമ്പോൾ സംഭവിക്കുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് മാനസിക രോഗം എന്ന് പറയുന്നത് പാരമ്പര്യ രോഗമാണെന്ന്. അത് ശരിയല്ല. അപ്പോൾ ഞാനൊരു അനാട്ടമി ഇതിനെ കാര്യത്തെക്കുറിച്ച് കൊണ്ടൊരു ആർഗ്യുമെൻ്റ് ഞാൻ നടത്താൻ എനിക്ക് താല്പര്യമില്ല. പാരമ്പര്യ രോഗം എന്ന് പറഞ്ഞ രോഗം തന്നെ ലോകത്തിൽ ഈ ചില മേഖലകളിൽ പറയുന്നു എന്നതല്ലാതെ നമ്മുടെ ഒരാൾ സജ്ജമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മുടെ ആരോഗ്യത്തിനെ പ്രവർത്തന സജ്ജമാക്കി കഴിഞ്ഞാൽ
പാരമ്പര്യ രോഗം എന്ന് പറയുന്നത് തുലവും വളരെ കുറവായിരിക്കും. നമ്മുടെ രാജ്യത്ത് പാരമ്പര്യ രോഗം എന്ന പേരിൽ അറിയപ്പെടുന്നത് മരുന്നുകളുടെ അമിതമായ ഉപയോഗം മൂലം രോഗങ്ങൾ കൺവേർട്ട് ചെയ്യപ്പെടുന്നതാണ്. രോഗങ്ങൾ കൺവേർട്ട് ചെയ്യപ്പെടുമ്പോൾ അവസാനം ആരോഗ്യ മേഖലയിലുള്ള ആൾക്കാർ കൊടുക്കുന്നതായ ഒരു പേരാണ് പാരമ്പര്യ രോഗം എന്നത്. ഇപ്പോൾ അച്ഛൻ പോലീസാണെന്നുണ്ടെങ്കിൽ മകൻ പോലീസാവണമെന്ന് യാതൊരു അങ്ങനത്തെ പാരമ്പര്യമൊന്നും ലോകത്തിലില്ല. നമ്മൾ ഏതൊരു വ്യക്തിയെയും എങ്ങനെയാണോ നമ്മൾ പരിപോഷിപ്പിച്ചെടുക്കുന്നത് ആ പരിപോഷണത്തിൻ്റെ രീതിക്കനുസരിച്ച് അവനാകാൻ പറ്റും. അച്ഛൻ IAS കാരനാണെന്നുണ്ടെങ്കിൽ മകൻ IAS കാരനാകാൻ പറ്റും, എങ്ങനെയാണെങ്കിൽ മകനെ പഠിപ്പിച്ചെടുത്താൽ. അല്ലാണ്ട് അച്ഛൻ IAS കാരനായതുകൊണ്ട് IAS കാരൻ്റെ മക്കളൊക്കെ IAS കാരനാകണമെന്ന് പറഞ്ഞാൽ അർത്ഥമില്ല അവിടെ. അത് പാരമ്പര്യ രോഗം എന്ന് പറഞ്ഞൊരു രോഗമില്ല. രോഗം എന്നുള്ളത് രോഗാണുക്കൾ മൂലമാണ്. എന്നാൽ ഒരു ശതമാനം വരെ ജനിതക ഘടകത്തിൻ്റെ മാറ്റങ്ങളെ കൊണ്ടും ജനിതക ഘടനത്തിൻ്റെതായ വ്യത്യാസം കൊണ്ടും വന്നു എന്ന് വരാം. അതിലൊരു തർക്കവിഷയമാക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അപ്പം ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതിൽ തന്നെ മരുന്നിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ആവശ്യമില്ലാതെ മരുന്ന് കഴിച്ചാണ് ഒരു വലിയ തലമുറ രോഗത്തിലേക്ക് പോകുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആവശ്യമില്ലാതെ അല്ലല്ലോ നമ്മൾ മരുന്ന് കഴിക്കുന്നത്. നമ്മൾ മരുന്നിനെ അവിടെ പറയുമ്പോൾ എനിക്കൊരു തർക്കമുണ്ട് അവിടെ. അതായത് മരുന്നുകൾ എന്ന് പറഞ്ഞാൽ വളരെ ഉദാഹരണമായിട്ട് പറയാം, ഇത് ആരെയും വേദനിപ്പിക്കാൻ ആരുടെ ശത്രുതയ്ക്ക് വേണ്ടി പറഞ്ഞതല്ല. നിമിസുലേഡ് എന്ന് പറഞ്ഞ മരുന്ന് കഴിഞ്ഞ 30 വർഷമായി ഭാരതത്തിൽ വളരെയധികം വിറ്റുവരുന്ന ഒരു പെയിൻ കില്ലറാണത്. നിമിസുലേഡ് പെയിൻ കില്ലർ കഴിച്ചിരിക്കുന്നതായ ആൾക്കാർക്ക് 30 വർഷമായിട്ട് കിഡ്നി സംബന്ധമായ രോഗങ്ങൾ വളരെ കൂടുവാനായിട്ട് പ്രധാനപ്പെട്ട കാരണമാണെന്ന് പലതരം ശാസ്ത്രശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്. നിമിസുലേഡ് എന്ന് പറഞ്ഞ മരുന്നുകൾ മിക്കവാറും ഉള്ള രാജ്യങ്ങളിൽ പ്രൊഹിബിറ്റ് ചെയ്തേക്കാണ്. ഇന്ത്യയിലും അത് നല്ലൊരു ശതമാനം പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ളതാണ്. പ്രൊഹിബിറ്റ് ചെയ്ത അനേകം മരുന്നുകൾ വിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ നാട്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രൊഹിബിറ്റ് ചെയ്തതായ മരുന്നുകൾ മാത്രയുമല്ല, നമ്മുടെ മെഡിക്കൽ ഷോപ്പിൽ നിന്നുകൊണ്ട് ആര് പോയിട്ടും എന്ത് മരുന്ന് ചോദിച്ചാലും എടുത്തു കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്കായി. അങ്ങനെ വരുമ്പോൾ എന്തു പറ്റുന്നു, നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ മരുന്നുകളുടെയും ഏത് മരുന്നുകൾക്കും പ്രവർത്തനത്തിനോടൊപ്പം അതിൻ്റെ ഇഫക്റ്റിനോടൊപ്പം ഒരു സൈഡ് ഇഫക്റ്റ് ഉണ്ട്. ആ സൈഡ് ഇഫക്റ്റ് എന്താണെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കപ്പെടാനുള്ളതായ ധാർമ്മികമായ ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുമുണ്ട്. പക്ഷേ അതില്ലാത്ത രാജ്യമാണ് നമ്മുടെ. എന്തിനും എന്ത് മരുന്ന് മേടിച്ച് കഴിക്കാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പോയി. ഏത് ആശുപത്രി ചെന്നാലും ഏതൊരു വ്യക്തിയുടെ വീട്ടിൽ ചെന്നാലും ഇന്നൊരു 10,000-3,000 രൂപ മരുന്ന് വെറുതെ ഇരിപ്പുണ്ടാവും. കാരണം അത് ഉപയോഗമില്ല എന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ്. പക്ഷെ മേടിച്ചപ്പോൾ ഉപയോഗമില്ല എന്ന് അറിയില്ലായിരുന്നു. അപ്പം അതുമൂലമുള്ളതായ മാനസിക സമ്മർദ്ദം നമുക്ക് നല്ലോണമുണ്ട്. ഇതൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾക്ക് എന്ത് വേണം? നമ്മൾക്ക് ഒരു ആരോഗ്യമുള്ള ശരീരം കെട്ടിപ്പടുക്കണമെന്നുണ്ടെങ്കിൽ 100% ഒരു വെൽനസ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് 2 വർഷത്തിലൊരിക്കലെങ്കിലും ആവശ്യമാണ്. അപ്പോൾ ഈ വെൽനസ് ട്രീറ്റ്മെൻറ്റ്, ഈ ആയുർവേദ മസാജുകൾക്ക് ആളുകൾ പോകുന്നത് എല്ലാ വർഷവും കർക്കിടകത്തിൽ പോയി തിരുമുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു വെൽനസ് അപ്രോച്ചും ഈ ആയുർവേദിക് അപ്രോച്ചും അല്ലെങ്കിൽ വെൽനസ് ക്ലിനിക്കും ഒരു ആയുർവേദിക് ട്രീറ്റ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വെൽനസ് ക്ലിനിക്, ആയുർവേദം എന്ന് പറയുന്നതായ ഒരു ചികിത്സാ സമ്പ്രദായം ഭാരതത്തിൻ്റെ ഒരു ട്രഡീഷനാണ് എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഭാരതത്തിൻ്റെ സ്വന്തമല്ല ആയുർവേദം എന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആയുർവേദിക് മരുന്നുകളുടെ ആയുർവേദ മരുന്ന് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഹെർബുകളുടെ നല്ലൊരു ശതമാനം ഭാരതത്തിൽ ലഭ്യമേ അല്ല. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നതാണ് പോലും അത്. അപ്പം നമ്മുടെ സ്വന്തമല്ലല്ലോ അത്. ആയുർവേദ സെൻ്ററുകളും പാരമ്പര്യമായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ചികിത്സാ സംവിധാനങ്ങളാണ്. ഈ പാരമ്പര്യമായിട്ട് ഉപയോഗിച്ച് വരുന്ന ചികിത്സാ സംവിധാനങ്ങളിൽ വലിയൊരു പ്രധാനമാണ് മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ളതായ ബോഡി മസാജ്. ഈ മരുന്നുകൾ ഉപയോഗിച്ചുള്ള ബോഡി മസാജ് മാത്രമാണ് ഞങ്ങളുടെ സെൻറ്റർ ചെയ്യുന്നുള്ളൂ. ഒരു ആയുർവേദ മരുന്നുകൾ ഞങ്ങൾ കൊടുക്കുന്നില്ല. മരുന്നുകൾ എന്നും രോഗത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അവിടെ. ഞങ്ങൾ ട്രഡീഷണൽ ആയിട്ടുള്ളതായ ആയുർവേദിക് മസാജ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഹെർബൽ മെഡിസിൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ളതായ ബോഡി മസാജാണ്. അപ്പോൾ നമ്മുടെ മെസോ ലെയറിൽ നമ്മൾ മസാജ് കൊടുക്കുമ്പോൾ നമ്മുടെ മെസോ ലെയറിൽ ഒരു സ്റ്റിമുലേഷൻ ഉണ്ടാവും. എക്സ്റ്റേണലായിട്ട് നമ്മൾ കൊടുക്കുന്ന തെറാപ്പികൾ എന്താണെങ്കിലും എക്സ്റ്റേണലായിട്ട് നമ്മൾ എന്ത് കൊടുത്താലും മെസോ ലെയർ വരെയാണ് നമുക്കൊരു സ്റ്റിമുലേഷൻ ഉണ്ടാവുന്നുള്ളൂ. ആ സ്റ്റിമുലേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ അടുത്ത എക്യുപ്മെൻറ്റുകളും അടുത്ത തെറാപ്പികളും കൊടുത്ത് ഇൻറ്റേർണൽ സ്റ്റിമുലേഷൻ ഉണ്ടാക്കുമ്പോൾ കംഫർട്ട് ലെവൽ ഇൻക്രീസ് ചെയ്യും.